വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ടാണ് സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായ ദിവസമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വെള്ളിയാഴ്ച ദിവസം, അതും പരിശുദ്ധ റമളാനിൽ സുബഹ് ജമാഅത്തിന് നമ്മൾ പങ്കെടുക്കുന്ന ജമാഅത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും പ്രതിഫലാർഹമായത് വെള്ളിയാഴ്ചത്തെ സുബഹ് ജമാഅത്താണ്. അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒത്തുചേരാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നോട്ടീസിലൂടെ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കും. അതുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ചില തിന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നതാണ് ഇന്ന് നമ്മൾ അല്പസമയം ഈ പ്രഭാതത്തിൽ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതാനും ചില കാര്യങ്ങൾ മാത്രം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്ന്, നമ്മുടെ എല്ലാ ഇഖ്ലാസും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കപടതയോടുകൂടിയുള്ള ജീവിതവും ഇബാദത്തുകളും ചെയ്യാൻ കാരണമായി തീരുന്ന തിന്മയാണ് ലൈംഗിക രംഗത്തുള്ള തിന്മകൾ. അത് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത കുറ്റബോധമായിരിക്കും. നമസ്കരിക്കുന്നു, പടച്ചോനെ ഇത് സ്വീകരിക്കൂലേ എന്നാകെ മനസ്സുകൊണ്ട് വല്ലാത്ത വിഷമവും പ്രതിസന്ധിയും അനുഭവിക്കുന്നവരായിരിക്കും ലൈംഗികമായ തിന്മകൾ ചെയ്യുന്നവർ. ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ അത്തരം തിന്മകളെ കരിച്ചു കളഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ നന്നാവുക? അതുകൊണ്ട് അത്തരം തിന്മകൾ നമ്മളിലുണ്ടോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഖറബുസ്സിന, വ്യഭിചരിക്കരുത് എന്നല്ല, നിങ്ങൾ വ്യഭിചാരത്തോടടുക്കാൻ ഉദ്ദേശിക്കരുത്. വ്യഭിചാരത്തിലേക്ക് എത്തുന്ന സർവ്വ വഴികളും ഇസ്ലാം അടച്ചു കളഞ്ഞു. സ്ത്രീകളോട് അവരുടെ ശരീരഭാഗങ്ങൾ മുഴുവനും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് മറച്ചു വെക്കാൻ പറഞ്ഞു. അതിൻ്റെ കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യമാണ്, ആ മറ്റുള്ളവരുടെ കാഴ്ചയാണ്. പുരുഷന്മാർക്ക് കാഴ്ചയാണ് പ്രധാനം. ആ കാഴ്ചയിലൂടെ ആളുകൾ തെറ്റിപ്പോകാതിരിക്കാൻ കണ്ണുകൾ താഴ്ത്താൻ പറഞ്ഞു, ഡ്രസ്സിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഒരാണും ഒരു പെണ്ണും ഒരിടത്ത് ഒറ്റക്കാകാൻ പാടില്ല എന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഒരു സുഹൃത്ത് വരുന്നു, നമ്മൾ ഗൾഫിലാണുള്ളത്. നമ്മൾ ഗൾഫിൽ നിന്ന് അവൻ്റെ അടുത്ത് നമ്മുടെ വീട്ടിലേക്ക് ഒരു സാധനം കൊടുത്തയച്ചിരിക്കുകയാണ്. നമ്മുടെ സുഹൃത്ത് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ബൈക്കിൽ ഒറ്റക്കാണ്. നമ്മുടെ ഭാര്യ മാത്രമാണ് വീട്ടിലുള്ളത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നാം നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നുവെങ്കിൽ നമ്മുടെ ബൈക്കിൻ്റെ പിന്നിൽ നമ്മുടെ ഒരു സുഹൃത്തു കൂടി ചുരുങ്ങിയത് വേണം. ഇനി അതിനെക്കുറിച്ച് വിവരം നമുക്കില്ലെങ്കിൽ നമ്മുടെ ഭാര്യ പറയണം. ആ ഭാര്യ പറയണം തൊട്ടടുത്തുള്ളൊരു അവളുടെ ഒരു കൂട്ടുകാരിയെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരാണും ഒരു അന്യ പുരുഷനും ഒരു അന്യ സ്ത്രീയും ഒരു വീട്ടിൽ ഒരു സ്ഥലത്ത് ഒറ്റക്കാകാൻ പാടില്ല. അത് മൊബൈലിലും പാടില്ല, ചാറ്റിങ്ങിലും പാടില്ല. നമ്മൾ ഒരാളുമായി ചാറ്റ് ചെയ്യുന്നു, മറ്റൊരാളുടെ ഭാര്യയാണ്, പാടില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരു തരത്തിലും നമ്മുടെ മനസ്സിലുള്ളൊരാൾ, നമ്മൾ വെറുതെ വെള്ളിയാഴ്ച രാവിലെ ക്ലാസ്സിലിരിക്കല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഇതിൻ്റെ ഒരു പ്രതിഫലനം വേണം. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ലൈംഗികരമായ രംഗത്ത് ഇപ്പോൾ നമ്മുടെ അടുത്ത് വല്ല തെറ്റുകളുമുണ്ടോ? വ്യഭിചാരമാകുന്ന തെറ്റ്, വ്യഭിചാരത്തിലേക്ക് എത്തുന്ന തെറ്റുകൾ, അതുണ്ടെങ്കിൽ ആ സിം നമുക്ക് വേണ്ട. നമുക്ക് സിം തന്നെ മാറ്റിക്കളയാം. ആ ഫോണാണോ പ്രശ്നം, ഫോണ് മാറ്റിക്കളയാം. അത്തരത്തിലുള്ള ഒരു ബന്ധവും നമുക്ക് വേണ്ട. അത് നമ്മുടെ ഇഖ്ലാസിനെ ബാധിക്കും. റബ്ബിൻ്റെ അടുത്ത് നമ്മൾ കറ പുരണ്ട അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ തിന്മകളും, ചില ആളുകൾ നരകത്തിൻ്റെ തീജ്വാലകൾക്ക് മുകളിൽ നഗ്നന്മാരും നഗ്നകളുമായി, ആരാണവർ? വ്യഭിചരിച്ചവർ. അപമാനകരമായ ശിക്ഷ. ആരെയൊക്കെ മറച്ചു വെച്ചാണോ നമ്മൾ ആ തിന്മ ചെയ്തത്
അവരുടെ എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ ആ തിന്മ ചെയ്യുന്ന രംഗം കൊണ്ടുവരുന്നു. വവജദൂ മാ അമിലൂ ഹാദിറാ. പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ അങ്ങനെ തന്നെ ഹാജരാകും. അതാണ് പരലോകത്തിൻ്റെ പ്രത്യേകത. ഈ ക്ലാസ് വീഡിയോയിൽ പകർത്തുന്നുണ്ട്. എനിക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. ഞാനിവിടെ ക്ലാസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ അത്തരമൊരു പരാമർശം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ രംഗം എൻ്റെ മുമ്പിൽ തന്നെ കാണിച്ചു തരും. പിന്നീട് CCTV ക്യാമറയാണല്ലോ ഇപ്പോൾ പല തിന്മകളും കാണിക്കുന്നത്. അപ്പോൾ ഈ ക്യാമറകൾ മുഴുവനും കണ്ടുപിടിക്കാൻ ആവശ്യമായ ബുദ്ധി നൽകിയ ലോകത്തിൻ്റെ സൃഷ്ടാവ് നമ്മുടെ ജീവിതം മുഴുവൻ രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ എന്ത് ന്യായം? അതുകൊണ്ട് അത്തരം തിന്മകൾ ഇനി അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ, നമ്മുടെ ജീവിതത്തിൽ വ്യഭിചാരം സംഭവിച്ചു പോയി, അത് പൂർണ്ണമായും കുറ്റവിമുക്തമാകാനുള്ള മാസമാണിത്. റബ്ബിനോട് ഏറ്റുപറയുക, പടച്ചവനോട് കയ്യുയർത്തി പൊറുക്കണമേ എന്ന് പറഞ്ഞാൽ, പിന്നീട് ആ തൗബയുടെ കണ്ടീഷനുകൾ പാലിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് പുറത്തു തരും. ആ തിന്മയിലേക്ക് പിന്നീട് മടങ്ങാൻ പാടില്ല. നല്ല ഖേദം വേണം, നന്മകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കണം. അങ്ങനെ തൗബയുമായി ബന്ധപ്പെട്ട കണ്ടീഷനുകളുണ്ട്. അതുകൊണ്ട് അത്തരം തിന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനോട് ചേർത്ത് പറയേണ്ടതാണ്, ഒരു സമൂഹത്തെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നശിപ്പിച്ച് കളയാൻ കാരണമായി തീർന്ന സ്വവർഗരതി. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹം പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ലൈംഗിക ബന്ധം അത് തുടങ്ങി വച്ചു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ തിന്മകൾ അത് ആ സമൂഹത്തെ അല്ലാഹു നശിപ്പിച്ച് കളയുകയാണ് ചെയ്തത്. ഹദീസിൽ കാണാം, ആ പ്രവർത്തനം ചെയ്യുന്നത് കണ്ടാൽ അവരെ കൊന്നുകളയണം. എനിക്കും നിങ്ങൾക്കും കൊല്ലാൻ അധികാരമില്ല. ആ കൊല്ലാൻ അധികാരം ഇസ്ലാമിക ഗവൺമെൻറ് ഉള്ള സ്ഥലത്ത് ആ ഗവൺമെൻറ് സംവിധാനത്തിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് നമ്മെ കൊന്നുകളയാൻ മാത്രം ദേഷ്യമുള്ള തിന്മയാണ് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ലൈംഗിക ബന്ധം. തൗബ ചെയ്ത് മടങ്ങേണ്ടുന്ന തിന്മ. എയ്ഡ്സിൻ്റെ കാരണങ്ങൾ എണ്ണുമ്പോൾ വ്യഭിചാരത്തെക്കാൾ മുമ്പിലാണ് യഥാർത്ഥത്തിൽ സ്വവർഗരതി. അപ്പം ഈ രംഗം സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടേത് വിശുദ്ധമാകണം. അവിടെ എവിടെയെങ്കിലും കറ പുരണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കിയെടുക്കേണ്ടതുണ്ട്. മറ്റൊന്ന് സാമ്പത്തിക രംഗം. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 പരീക്ഷണങ്ങൾ എടുത്തു പറഞ്ഞു ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്. ഒന്ന് സ്ത്രീകളാണ്, മറ്റൊന്ന് സമ്പത്താണ്. സമ്പത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ക്ലിയർ അല്ലെങ്കിൽ അതും നമ്മുടെ ഇഖ്ലാസിനെ ബാധിക്കും. മറ്റൊരാളുടെ സമ്പത്ത് നമ്മുടെ കീശയിലുണ്ട്. നമ്മുടെ പെങ്ങൾക്ക് കിട്ടേണ്ട അനന്തരാവകാശ സ്വത്ത് തന്ത്രത്തിലൂടെ നമ്മൾ അല്പം അനുഭവിച്ചു വരുന്നുണ്ട് എന്നൊക്കെ വന്നാൽ, നമ്മൾ പള്ളിയിൽ ഫസ്റ്റ് സഫിലേക്ക് എത്തുന്നുണ്ടെങ്കിലും എന്തെന്നില്ലാത്ത ഒരു കുറ്റബോധം നമ്മെ നയിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് അനന്തരാവകാശ സ്വത്ത് ഭാഗം വെക്കുന്ന സമയമാകട്ടെ, മറ്റ് സാമ്പത്തിക വിഷയങ്ങളിലെല്ലാം ഇടപെടുമ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നമസ്കരിക്കാൻ കൂട്ടാക്കാത്ത വിഷയമായിരുന്നു കടം എന്നത്. നിങ്ങൾ നമസ്കരിച്ചോളൂ, നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചോളൂ, ഞാൻ ഇമാമത്ത് നിൽക്കുന്നില്ല. മറ്റൊരിടത്ത് റസൂലുള്ളാഹി വിമുഖത കാണിച്ചപ്പോൾ ആ കടം മറ്റൊരാൾ ഏറ്റെടുത്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി നിന്നു, ഇമാമത്ത് നിന്ന് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവമാണ്. അപ്പം നമ്മളെല്ലാവരും നമ്മുടെ സാമ്പത്തിക രംഗം ഇപ്പം എങ്ങനെയാണ്? നമ്മൾ പെട്ടെന്നൊന്ന് മരണപ്പെട്ടു പോയാൽ നമ്മൾ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബക്കാർക്ക്, നമ്മുടെ ഭാര്യയ്ക്ക്, ഉമ്മാക്കൊക്കെ അറിയും ആർക്കൊക്കെ കൊടുക്കാനുള്ളത്. ആർക്കും മനസ്സിലാകാത്തൊരു കണക്കാണോ നമ്മൾ എഴുതി വെച്ചത്? അത് ക്ലിയറാക്കി വെക്കണം. കാരണം ഞാനിപ്പോൾ ഒന്നും മരിക്കൂല എന്നാണ് ഇബ്ലീസ് തോന്നിപ്പിക്കുക. അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരല്ലേ മരണപ്പെട്ടു പോകുന്നത്. അപ്പം അതുകൊണ്ട് സാമ്പത്തിക രംഗം വിശുദ്ധമാകണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അത് നമ്മുടെ ഭാര്യയായിട്ട് ചർച്ച ചെയ്യണം, നമ്മുടെ ഭർത്താവുമായിട്ട് ചർച്ച ചെയ്യണം. ആ വിവരങ്ങളൊക്കെ നമ്മൾ ഈ വാട്സപ്പിൻ്റെ കാലല്ലേ, ഫിനാൻസിലൊരു ഗ്രൂപ്പ് അങ്ങ് തുടങ്ങുക. നമ്മളൊരു സ്ഥലത്ത് ചെന്ന് അവിടെ ഒരു 200 റുപ്യ ബാക്കി കൊടുക്കാനുണ്ട്, അപ്പം തന്നെ അതിലൊരു വോയിസ് ഇട്ടേക്കുക, ഒരു ടെസ്റ്റ് ഇട്ടേക്കുക, എന്ന കടയിൽ 200 രൂപക്ക് ബാധ്യത ഉണ്ട്, അവിടെ കൊടുക്കാമല്ലോ. എന്തെല്ലാം സംവിധാനങ്ങളുള്ള കാലമാണ്. അപ്പം അതുകൊണ്ട് എല്ലാം രേഖപ്പെടുത്തി വെക്കണം. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ദൈനാണ്. സൂറത്ത് ബഖറയുടെ അവസാന ഭാഗത്ത് കടവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ വസ്ത്രത്തിലേക്ക്, നമ്മുടെ ഭക്ഷണത്തിലേക്ക് ഒരിക്കലും ഹറാമ് കലരാതിരിക്കാൻ നമ്മുടെ സാമ്പത്തിക രംഗം വിശുദ്ധമാകണം. തൊട്ടാൽ പലിശ, എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ വേഗം ആ സ്വർണ്ണം എടുത്തിട്ട് ബാങ്ക് കൊണ്ടുവെക്കുക, വേഗം ആധാരം എടുത്തിട്ട് പണയം വെക്കുക, വേഗം ബാങ്കുമായി ബന്ധപ്പെടുക. അപ്പോൾ പലിശ വിമുക്തമായ ജീവിതം കഴിയോ ഇന്നത്തെ കാലത്ത്? ഉത്തരം 101% കഴിയും.
ഒരു പ്രശ്നവുമില്ല. ബാങ്കിങ് ഇടപാട് പലിശയല്ല, അത് നമ്മുടെ രാജ്യത്തിൻ്റെ സംവിധാനമാണ്. ബാങ്കിലേക്ക് നമ്മുടെ പണം പോകുന്നു, നമ്മളത് ഉപയോഗിക്കും, അത് പ്രശ്നമല്ല. നമ്മൾ നമ്മുടെ പണം കൊണ്ട് പണം പെരുപ്പിക്കലാണ് പലിശ എന്നാണ് കഴിഞ്ഞ നമ്മുടെ ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞത്. അത് പ്രകൃതി വിരുദ്ധമാണ്. അദ്ദേഹം മുസ്ലിമോ ഇസ്ലാമിക പണ്ഡിതനോ ഒന്നല്ല. പണം കൊണ്ട് പണം പെരുപ്പിക്കലാണ് പലിശ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു പലിശയെ. അത് തിന്നുന്നവരെ, തിന്നിപ്പിക്കുന്നവരെല്ലാം ശപിച്ചു. വിശദാംശങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പലിശയുമായുള്ള നമ്മുടെ ബന്ധം, നമ്മുടെ സൗകര്യങ്ങൾ കൂട്ടാനാണ് പലപ്പോഴും പലിശ. പുതിയ പുതിയ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുവാനാണ് പലിശ. കച്ചവടം ഒരു റൂം കൂടി തുടങ്ങാനാണ് പലിശ. കച്ചവടം ഒരു റൂമല്ല, മൊത്തം നമുക്ക് തുടങ്ങാം. ഇസ്ലാമിൽ ഒരു നിയന്ത്രണവുമില്ല. ഒരാൾക്ക് എത്രയും സമ്പാദിക്കാം, പക്ഷേ ഹലാലായിരിക്കണം. അതിൻ്റെ സക്കാത്ത് കൃത്യമായി കൊടുക്കണം. അതുകൊണ്ട് പലിശ വിമുക്തമായ ഒരു ജീവിതം ഈ റമളാനിൽ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ആഗ്രഹിക്കാൻ നികുതിയൊന്നും കൊടുക്കണ്ടല്ലോ. എനിക്കൊന്ന് പലിശയെന്ന് പൂർണ്ണമായിട്ട് മുക്തമാകണം നമ്മൾ ആഗ്രഹിക്കുക. പഠിച്ചവൻ്റെ ബർക്കത്ത് കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കലാണ് പലിശയുടെ ഏറ്റവും ചെറിയ ഇനം. പിന്നെ അങ്ങോട്ട് ആലോചിക്കണ്ടല്ലോ. സ്വന്തം മാതാവുമായി അത്രമാത്രം ഭീകരമാണ് ആ തിന്മ. അതിൻ്റെ കറ പുരളാത്തവർ അവസാന കാലഘട്ടത്തിൽ കുറവായിരിക്കും. ആ കുറവായ ആളുകളിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മറ്റൊന്ന്, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പ്രത്യേകിച്ച് വൈവാഹിക രംഗങ്ങൾ വരുന്ന സന്ദർഭം എല്ലാവരും ഒന്ന് ഇളകിയിരിക്കുമോ? ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഇരിക്കുന്ന പൊസിഷൻ ഒന്ന് ഇളകിയാൽ മതി. കാരണം രാത്രി ദീർഘമായ തറാവീഹ് കഴിഞ്ഞ് പിന്നെ പുലർച്ചെ എഴുന്നേറ്റ് അത് കഴിഞ്ഞ് പള്ളിയിലേക്ക് എത്തിയ ഒരവസ്ഥയിലുള്ളത്. ഓക്കെ, വിവാഹരംഗം വലിയ സന്തോഷം ഉണ്ടാകേണ്ട ഒരു സന്ദർഭമാണ് വിവാഹം. പക്ഷേ ചില വിവാഹ വീടുകളിൽ ദുഃഖവും സങ്കടവും പ്രതിഷേധവും ഇറങ്ങിപ്പോരലൊക്കെയാണ്. എന്താ കാര്യം? വിവാഹത്തിൽ നമ്മളിപ്പോൾ ഒരു മുതിർന്നവരെ എല്ലാവരും ആദരിക്കും. കാരണം കണ്ണൂർ ജില്ലയിൽ കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസ്റ്റാണ്. ഈ കാരണത്തിൽ പോയി ഒരു സ്ഥലത്ത് പോയപ്പോൾ പറഞ്ഞു ഭക്ഷണം വിളമ്പുന്നില്ല, കാരണവരെ സമ്മതം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഓ, എന്താ കാരണവരെ സമ്മതം കിട്ടിയിട്ട് വേണം ഭക്ഷണം വിളമ്പാൻ? അമ്മാതിരി പോസ്റ്റാണ് ഈ കണ്ണൂർ ജില്ലയിൽ കാരണവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവർക്കൊക്കെ വില ഇല്ലാതായി പോകുന്ന ഒരു രംഗമായി വിവാഹം മാറും. ചിലപ്പോൾ എന്ത് ചെയ്യാനാണ്? എന്നിട്ട് ഇങ്ങനെ മാറിക്കുക, ഉപ്പ മാറിക്കുക, കാരണവർ മാറിക്കുക, എല്ലാ പിടുത്തവും വിട്ടും. ആ വീട്ടിൽ ജീവിതത്തിലൊരിക്കലും ചെണ്ട മുട്ടിയിട്ടില്ല, പക്ഷേ കല്യാണത്തിൽ നിന്ന് ചെണ്ട മുട്ടലായിരുന്നു. ആ ജീവിതത്തിൽ ഒരിക്കലും കളറ് പിന്നെ വിതറിയിട്ട് ആൾക്കാരുടെ ശരീരം നമ്പുക അല്ല അവിടെ നടന്നു. ഇങ്ങനെ കണ്ടവർക്ക് കയറി നിരങ്ങാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ വിവാഹ വീടുകളാകാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഒരു ആസൂത്രണം വേണം. അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് മേക്കപ്പ് എന്ന് പറയുന്നത്. മേക്കപ്പ് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ട് വേണം നമ്മിൽ നിന്നാണ് ആ മാറ്റം. സലഫികളാണല്ലോ മാറ്റത്തിൻ്റെ തുടക്കം കാണിച്ചു കൊടുക്കേണ്ടത്. ആ വിഷയത്തിൽ ഇപ്പം മേക്കപ്പ് നമ്മുടെ മോള് കല്യാണ ദിവസം മേക്കപ്പ് ഇട്ട് നിങ്ങളിങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, കല്യാണം ഒരു ദിവസമല്ലേ ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് കുറച്ച് സ്ട്രോങ് കൂടുതലാണ് അല്ലെങ്കിലും തന്നെ എന്നൊക്കെ ചില ആൾക്കാർ പറയും. ആയിക്കോട്ടെ, സ്ട്രോങ് കൂടുതലാണെന്ന് വിചാരിച്ചോളി. മേക്കപ്പ് ഇട്ടാൽ നമ്മളെ മോളെങ്ങനെ ലോറസ്കരിക്കുക? അപ്പോൾ കല്യാണത്തിന് ലോറസ്കരിക്കണ്ട, അസറസ്കരിക്കണ്ട. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇബിലീസുമായിട്ട് പോട്ടെ, ഏതായാലും പടച്ചോൻ പ്രാർത്ഥനയൊക്കെ സ്വീകരിച്ച് കല്യാണമൊക്കെ തന്നല്ലോ, അവിടുന്ന് ലോറസ്കരിക്കണ്ട, നസറസ്കരിക്കണ്ട. വലിയ അപകടമല്ലേ? മാത്രമല്ല, ഈ കൃത്രിമ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഒരു വിഡ്ഢിത്തല്ല യഥാർത്ഥത്തിൽ. ആ മോളെ ആ വരൻ കണ്ടിട്ടല്ലേ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഓനിഷ്ടായി, പിന്നെ ആരെ കാണിക്കാനായി മേക്കപ്പ്? ഇനി വിവാഹം പെണ്ണ് കാണാൻ വരുമ്പോൾ മേക്കപ്പ് ഇട്ടാലോ? എനിക്ക് വേണ്ട പറയും. ഓളെല്ലാം കൂടി ഇതൊക്കെ ഭാര്യ തേച്ച് എൻ്റെ മുമ്പിൽ വന്നു എന്ന് പറയും. അപ്പോൾ ഓക്ക് സൗന്ദര്യം ഇല്ലേ ശരിക്ക്? അതുകൊണ്ടായിരിക്കോ അവൾ മേക്കപ്പ് ഇട്ടെന്ന് പറയില്ലേ? ഏതുവരെ കുടുംബസമേതം മേക്കപ്പ് ഇടുന്ന സ്ഥലങ്ങളുണ്ട്. ഉമ്മനിയൊന്നും കണ്ടാൽ മനസ്സിലാകുന്നില്ല, ചെറുപ്പക്കാരൻ്റെ മാതിരി അയക്കുന്നത്. ഇത്തരത്തിലുള്ള വൾഗർ, വിഡ്ഢിത്തം, വിവരക്കേട് എൻ്റെയും നിങ്ങളുടെയും വീടുകളിൽ ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. ആങ്ങളെയാണ്, ഉപ്പയാണ്, കാരണവരാന്ന് പറഞ്ഞ് ജീവിച്ചാൽ പോരാ, അവിടെ നിയന്ത്രണം ഏറ്റെടുക്കണം. ഒരുപക്ഷെ നമ്മുടെ വീടിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ വന്നാലും മറുവീടിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ വന്നോളല്ലോ. വരൻ വരുന്നത് അവൻ്റെ കൂട്ടുകാരോടൊപ്പം മറ്റോരെ കല്യാണത്തിലേക്ക് പോയി കുഴപ്പമുണ്ടാക്കിയതാ, അതിന് പകരം വീട്ടാൻ കാത്തുക്കുക ഒരു. അപ്പോൾ ഇത് മുടക്കാൻ നമുക്ക് പറ്റൂല. എങ്കിൽ അതിനു മുമ്പ് ചർച്ച നടക്കണം. എന്തെല്ലാം കാര്യങ്ങൾ വിവാഹത്തിൻ്റെ സന്ദർഭത്തിൽ എത്ര ആളുണ്ടാകും,
നമ്മൾ ചർച്ച ചെയ്യും, നിങ്ങൾ എങ്ങനെയാണ് വരുന്നത്, ഏത് സമയത്താണ് വരുന്നത്, അവർക്ക് ഇവിടെ ഭക്ഷണം വേണോ. അതേപോലെ വിവാഹ സന്ദർഭത്തിൽ എന്തൊക്കെ തിന്മകൾ സംഭവിക്കാമെന്ന് ആലോചന നടത്തണം. അതിനു മുമ്പൊന്ന് അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് വരണം. അങ്ങനെ ചർച്ച നടത്തിയാൽ നമുക്ക് വിവാഹ രംഗത്തുള്ള തിന്മകൾ ഒഴിവാക്കാൻ പറ്റും. വിവാഹ ദിവസം പാൻറ് നിര്യാണ്ട താഴെ, വിവാഹ ദിവസം അന്ന് വരെ ധരിച്ച മക്കനെടുത്ത് ഒഴിവാക്കുക. എന്തേ കാര്യം? ഒറ്റൊന്നുമില്ല, പടച്ചോൻ ഒരു വിവാഹം നൽകി എന്നൊരൊറ്റ മീസാഖൻ ഗലീള, ശക്തമായ കരാർ. വിശുദ്ധ ഖുർആന്റെ പദപ്രയോഗമാണ്. 2 ഇരുമ്പ് കഷ്ണങ്ങൾ ഉരുക്കി ചേർത്താൽ പിന്നെ മുറിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെയുള്ള ശക്തമായ കരാർ, അതാണ് വിവാഹം. അത് നടക്കുമ്പോൾ അത് വിജയിക്കാനുള്ള പ്രാർത്ഥനക്കാണ് ബാറക്കല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ എന്ന് എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട സന്ദർഭമാണ് വിവാഹ സമയമെന്ന് പറയുന്നത്. സലാം പറഞ്ഞുകൊണ്ട് വരൻ വീട്ടിലേക്ക് കടന്നു വരേണ്ട ദിവസമാണ്. ഇവിടെ സലാം പറയുന്നത് പോയിട്ട് കാണാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് വിവാഹരംഗം വിശുദ്ധമാക്കണം. ആ വിവാഹരംഗത്തുള്ള തിന്മകൾ നമ്മളിലുണ്ടോ, നമ്മുടെ വീടുകളിലുണ്ടോ എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് തൃപ്തികരമായ ഉത്തരം നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, വീടുകൾ, നമ്മുടെ വീടുകൾ ഒരു പക്ഷേ റമളാനിൽ അത്ര പ്രസക്തമാവില്ല. സുബഹ് സമയത്ത് നമസ്കരിക്കാത്ത ഭീകരമായ തിന്മ നമ്മുടെ വീടുകളിലുണ്ടോ? നിങ്ങൾ റമളാൻ്റെ മുമ്പുള്ള ഒരു മാസം മുമ്പ് ആലോചിച്ചാൽ മതി. പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നു, ആൾക്കാരൊക്കെ പള്ളിയിൽ പോകുന്നു. അപ്പം നമ്മുടെ വീടുകളിൽ ഇങ്ങനെ ആൾക്കാർ ഉറങ്ങിക്കിടക്കുന്നു. എന്നിട്ടൊരു 6:00 കൊണ്ട് എഴുന്നേറ്റ് വരുന്നു, 7 മണിക്ക് എഴുന്നേറ്റ് വരുന്നു. ഇങ്ങനത്തെ ഒരവസ്ഥ, പടച്ചോൻ്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ നമ്മുടെ വീടുകളിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് മാറ്റണം. റമളാൻ തന്നെയാണ് തുടക്കം. തുടക്കത്തിന് തുടർച്ച വേണം. പെരുന്നാളിൻ്റെ മാസപ്പിറവി കണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം നിർത്തി നേരത്തുള്ള അവസരം ഒറ്റ പോക്കാ തിരിച്ചിട്ട് അങ്ങോട്ട്. അത് പറ്റില്ല, തുടർച്ച വേണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിസ്വാഇമി ഫർഹത്താനി, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം. എടുത്ത് ശ്രദ്ധിച്ചോളൂ. ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, രണ്ടാമത്തെ സന്തോഷം റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. രണ്ടാമത്തെ നോമ്പുറ കിട്ടണം. രണ്ടാമത്തെ നോമ്പ് തുറക്ക് അവസാനല്ല നോമ്പ് തുറ എന്ന് പറഞ്ഞാൽ അത് വിരുന്നോട് വിരുന്നാണ്. നിത്യമായ സന്തോഷമാണ്, നിത്യമായ സ്വർഗമാണ്. 29 ദിവസം 30 ദിവസം നോമ്പൊറ്റ, ഒരു ദിവസത്തെ പെരുന്നാൾ കഴിഞ്ഞ്. എന്നാൽ ജീവിതം മുഴുവൻ നോമ്പ് പോലെയാക്കിയാൽ നിത്യ പെരുന്നാൾ. പിന്നെ ടെൻഷനില്ല, പ്രയാസമില്ല, പിന്നെ പടച്ചോൻ്റെ വിരുന്നിലാണ് നമ്മളുള്ളത്. അതാണ് സ്വർഗം. അത് കിട്ടാൻ ജീവിതം മുഴുവൻ നോമ്പ് പോലെയാക്കണം. അപ്പം നമ്മളെല്ലാവരും എല്ലാ വീട്ടിൽ അലാറം വെച്ചിട്ടുണ്ടാവും. 4 മണിക്ക് അല്ലെങ്കിൽ 3:30 മണിക്കൊക്കെ അലാറം വെച്ച് നമ്മൾ എഴുന്നേൽക്കുന്നു. അലാറം ഓഫാക്കണ്ട, അതങ്ങനെ തന്നെ അവിടെ നിന്നോട്ടെ. ഇപ്പോൾ പകൽ മുഴുവൻ നോമ്പ് വെച്ചിട്ടാണ് നമ്മൾ തറാവീഹ് നിസ്കരിക്കുന്നത്. ഒക്കെ നോമ്പ് കഴിഞ്ഞാൽ കഴിയും. നമ്മൾ ആ സമയത്ത് എഴുന്നേൽക്കുന്നു. ചില ആൾക്കാർ റമളാൻ 29 തറാവീഹ് കഴിഞ്ഞാൽ തറാവീഹിനെ മുറുക്കി പിടിച്ച് യാത്ര വെക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് 2025 കാണാനിട്ട് യാത്രയപ്പ. തറാവീഹിന് ആരും യാത്രയപ്പ് കൊടുക്കണ്ട. അത് പെരുന്നാളിൻ്റെ അന്ന് രാത്രിയുണ്ട്. പക്ഷേ ജമാഅത്തായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത് റമളാൻ മാസത്തിലാണ്. അപ്പം പെരുന്നാളിൻ്റെ അന്ന് രാത്രി, ശവ്വാൽ 1 രാത്രി ശവ്വാൽ 2 പ്രവേശിക്കുമ്പോൾ നമ്മളിപ്പോൾ നമസ്കരിച്ച 11 തുടർച്ച ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആഗ്രഹിക്കുക സഹോദരങ്ങളെ. ഇനി എപ്പോഴാണ് അതൊക്കെ തുടങ്ങുക? മരണത്തിലേക്ക് നീങ്ങല്ലേ നമ്മൾ, ഓരോ ദിവസം ഓരോ വർഷം കഴിയും തോറും. അതുകൊണ്ട് ആ വീടുകളിൽ ദീനിയായ അടയാളങ്ങളുടെ തുടർച്ച ഈ റമളാനിലൂടെ ഉണ്ടാകണം. സുബൈക്ക് നമ്മൾ എവിടാണ്? അസറിന് നമ്മൾ ജോലി സ്ഥലത്ത് നിന്ന് ബസ്സിൽ വരികയായിരുന്നു, ളുഹറിന് പിന്നെ അവിടെയായിരുന്നു ഒക്കെ പറയും. സുബൈക്ക് എവിടെയായിരുന്നു? എന്താ പള്ളിയിൽ വരാത്തത്? റമളാനിലെ ചോദ്യമല്ല കേട്ടോ, റമളാൻ അല്ലാത്ത കാലത്തെ ചോദ്യം. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഈ ആൾക്കാരൊക്കെ റമളാൻ അല്ലാത്ത കാലത്ത് സുബൈക്ക് വരലുണ്ടോ? എന്തേ പ്രശ്നം? എന്തേ സുബൈക്ക് വരാത്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലാണ് നമ്മളൊക്കെ ഷഹാദത്ത് ചെല്ലുന്നത്. റസൂലുള്ള രോഗം ബാധിച്ചിട്ട് നടക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ തൻ്റെ അനുചരന്മാരുടെ തോളിൽ കൈവച്ച് ഭാരം അവരുടെ തോളിൽ കൊടുത്ത് വേച്ചു പള്ളിയിലേക്ക് വന്നു എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ? ജീവനുണ്ടെങ്കിൽ, കുറുജീവനുണ്ടെങ്കിൽ പള്ളിയിലെത്തേണ്ട സഹോദരങ്ങളെ. അപ്പം അതുകൊണ്ട് നമ്മൾ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പ്രത്യേകിച്ച് 2 ജമാഅത്ത്, സുബഹ് ഇശ, ഈ 2 ജമാഅത്ത് നമസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിയാണ്. വളരെ
പ്രാധാന്യമുള്ള 2 ജമാഅത്തുകളാണ്. മനസ്സിൽ കാപട്യമില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാൻ നമുക്ക് ശക്തി പകരുന്ന 2 ജമാഅത്തുകളാണ്. ഉണ്ട് വീടുകളിൽ, പോയിൻ്റ് അതാണ്, വീടുകളിൽ ഉള്ള തിന്മകളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒന്നാണ് സമയത്ത് നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന, നമസ്കാരം ശീലമില്ലാത്ത ഗാർഹികമായ അന്തരീക്ഷം ഒരിക്കലും നമ്മുടെ വീടുകളിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ തൃപ്തരാണോ? ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ചീത്ത പറയാ, പ്രയാസപ്പെടുത്തുക എന്ന് പറയുന്നത് മിനൽ ഖബായിർ, വൻ പാപങ്ങളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വലിയ പാപം. ഉമ്മാനെയും ഉപ്പാനെയും വിഷമിപ്പിക്കുക. നമ്മൾ എത്ര വലിയ സേവന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും കാര്യമല്ല. നമ്മളില്ലാത്ത സമയത്ത് നമ്മളെ ഉമ്മാനോട് നമ്മളെപ്പറ്റി ചോദിച്ചു, അവൻ്റെ കാര്യം അതല്ല വലിയ സന്തോഷം. നമ്മുടെ പേര് കേട്ടപ്പോൾ തന്നെ ഉമ്മാക്ക് വലിയ സന്തോഷം, ഉപ്പാക്ക് വലിയ സന്തോഷം, എങ്കിലും നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഉമ്മാൻ്റെ ഒപ്പം സമയം ചെലവഴിക്കണം. ഉമ്മാൻ്റെ അടുത്ത് വെറുതെ പോയിട്ട് ഇരിക്കുക, വർത്താനൊക്കെ പറയാം. ഉപ്പാൻ്റെ അടുത്ത് ഇരിക്കുക, ഇനി പ്രായമാണെങ്കിലും തലോടി കൊടുക്കുക. അങ്ങനെ അവരുടെ ഒരു തൃപ്തിയിലാണ്. ഹദീസുകൾ ധാരാളമുണ്ട്. മാതാപിതാക്കളുടെ തൃപ്തിയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹു. ഇനി മാതാപിതാക്കൾ നമ്മുടെ ആശയക്കാരല്ല എന്ന് വിചാരിക്കുക. മൂലൂന്ന് രാത്തിപ്പോ കയറ്റി നടക്കുക വാപ്പ, ഞാൻ ആ ഭാഗത്തൊക്കെ തിരിഞ്ഞു നോക്കല്ല, ഈ കുടുംബം വരലോത്ത്. മൗലൂദും റാത്തിബും ഒക്കെ വാപ്പ നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇനി അതിൽ നിന്ന് അവർ മാറുന്നില്ലെങ്കിലും ഉമ്മ ഉമ്മയാണ്, ഉപ്പ ഉപ്പയാണ്. ഫിദ്ദുനിയാ മഅറൂഫ എന്നാ പറഞ്ഞത്. ദുനിയാവിലെല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു കൊടുക്കണം. അപ്പം മാതാപിതാക്കളുടെ വിഷയത്തിൽ എന്തെങ്കിലും തിന്മകൾ, അതൃപ്തി നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചേ പറ്റൂ. പെരുന്നാളിന് ഡ്രസ്സ് എടുക്കുമ്പോൾ ഉമ്മാനെ പറ്റി ആലോചിക്കലുണ്ടോ? ഉപ്പാനെ പറ്റി ആലോചിക്കാറുണ്ടോ? ഡ്രസ്സ് എടുത്തേക്കാം അവർ, പക്ഷേ നമ്മളുടെ ലിസ്റ്റിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടോ, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയുണ്ടോ എന്നതാണ് പ്രശ്നം. അമ്മക്ക് എന്താ വേണ്ട? ഒരു ചെരുപ്പാ വേണ്ട. നിങ്ങൾ പറയും എന്തെങ്കിലും ഞാൻ വാങ്ങി തന്നേ, അത് വേണ്ട മോനെ, അങ്ങനെ പറയുള്ളൂ. എന്നാലും നമ്മുടെ വക, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാക്ക് നമുക്ക് ഡ്രസ്സ് വാങ്ങി തന്നവർ, നമുക്ക് ചെരുപ്പ് വാങ്ങി തന്നവർ, നമ്മൾ കരഞ്ഞപ്പോൾ പരിഹാരമുണ്ടാക്കിയവർ, ഒരുപക്ഷെ അവർക്ക് ശേഷി കുറഞ്ഞു പോയിട്ടുണ്ടാകാം, നമ്മളത്ര വിവരമില്ലാതിരിക്കാം, പക്ഷെ അവർ നമ്മുടെ മാതാപിതാക്കളാണ്. അപ്പോൾ മാതാപിതാക്കളുടെ വിഷയത്തിൽ പരലോകത്ത് പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ഈ റമദാൻ മാസത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ചുരുക്കി പറയാണ്, 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ലഹരിയുമായി അതിൻ്റെ ഏതെങ്കിലും പരിസരത്ത് നമ്മളുണ്ടോ? ഏതെങ്കിലും പരിസരത്ത് ഇങ്ങനെ ബീഡി വലിച്ചൂന്ന പരിപാടിയൊക്കെ ഇപ്പോൾ കുറവാണ്. അതിന് പകരം പൊടിയും മറ്റു പല കാര്യങ്ങളുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും പരിസരത്ത് പുകയില ഉൽപ്പന്നങ്ങൾ അതിലെവിടെയെങ്കിലും നമ്മളുണ്ടെങ്കിൽ, ഏതെങ്കിലും അവസ്ഥയിൽ നമ്മളുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഉപേക്ഷിക്കണം. കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന എല്ലാം ഹറാമാണ്. അത് മദ്യത്തിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ്. ലഹരിക്ക് കാരണമാകുന്ന സർവ്വതും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്ന്, നമുക്കെല്ലാവർക്കും അത്ര പ്രാധാന്യത്തോടുകൂടി ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുത്ത് വന്നിട്ട് ഈ മുടിയുടെ നര മാറ്റാൻ വേണ്ടി കറുപ്പ് ഉപയോഗിക്കാൻ പറഞ്ഞപ്പോൾ വയ്യിറു ഹാദാ ബിശൈഇൻ വജ്തനിബുസ് സവാദ്, നീ കറുപ്പിനെ ഉപേക്ഷിക്കുക എന്നാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുസ്ലിമിലെ 2102 ഹദീസിൽ നമുക്കിത് കാണാൻ പറ്റും. അതേപോലെ തന്നെ പ്രാവിൻ്റെ ചിറക് പോലുള്ളവർ പരലോകത്തു വരും, അവർക്ക് സ്വർഗത്തിൻ്റെ വാസന പോലും ലഭിക്കുകയില്ല എന്നും നമുക്ക് നസായിലെ 5075 ഹദീസിൽ കാണാം. അപ്പം അതുകൊണ്ട് പടച്ചോൻ നമുക്ക് തന്ന ഒരു പ്രകൃതത്തിൽ നിന്നുള്ള മാറ്റമാണ് നര വരിക എന്ന് പറയുന്നത്. ആ നര വരുമ്പോൾ ആ നര അങ്ങനെ തന്നെ തുടർത്തണമെന്നല്ല. കറുപ്പല്ലാത്ത ഏത് കളറും ഉപയോഗിക്കാം. പ്രത്യേകിച്ച് മൈലാഞ്ചിയൊക്കെ ഹദീസിൽ പ്രത്യേകിച്ച് കാണാൻ പറ്റുന്നതാണ്. അതാണ് കറുപ്പിലേക്ക് പോകുന്നത്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് എടുത്തു പറഞ്ഞിട്ടൊരു കാര്യമാണ്. ഇപ്പം സമൂഹത്തിൽ കാണുന്നത് ഈ മുടി മൊത്തത്തിൽ പല തരത്തിലുള്ള കെമിക്കൽക്കൊക്കെ ഉപയോഗിച്ചിട്ട് മുടി തന്നെ നശിപ്പിച്ച് കളയാം. ഇടയ്ക്കൊരു വയലറ്റ് കാണണം, അതിൻ്റെ ഇടയ്ക്കൊരു വെള്ളം കെട്ട് കാണണം. എന്നിട്ട് നമ്മുടെ ആ മുടിയുടെ കാര്യം നമ്മൾ കെമിക്കലുകളിലൂടെ ക്രമപ്പെടുത്തുക. അതിലൂടെ സംഭവിക്കുന്നത് മുടി നശിച്ചു പോകുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ആ കറുപ്പ് എന്നത്, മുടിക്ക് കറുപ്പടിക്കുക, താടിക്ക് കറുപ്പടിക്കുക എന്നുള്ളത് നമ്മളുണ്ട് എന്ന് വിചാരിക്കുക.
അതില്ലാതാക്കാനല്ലേ നമ്മൾ ക്ലാസ്സിലിരുന്നത്, അത് ഒഴിവാക്കാനല്ലേ നമ്മൾ ക്ലാസ്സിലിരുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു, കഴിഞ്ഞു, അതോടുകൂടി വിഷയം കഴിഞ്ഞില്ലേ. വമാ അതാകുമുർ റസൂലു ഫഖുദൂഹു, റസൂലുള്ള എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു, അവിടുന്ന് എന്തൊന്ന് വിരോധിച്ചുവോ അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. അതോടെ നമ്മുടെ വിഷയം തീർന്നു, വിധി വന്നു. ഇവിടെ ആര് പരലോകത്ത് വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിലുള്ള കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. അതോടുകൂടി ആ വിഷയത്തിൽ നമുക്ക് തീരുമാനമായി. ഇത്രയും കാര്യങ്ങളെ ഈ സമയത്ത് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ദീർഘമായി ക്ലാസ് എടുക്കാൻ പറ്റിയ സമയമല്ല. ഞാൻ ഒന്നുകൂടി പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാം. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ. ലൈംഗിക രംഗത്തുള്ള ഏതെങ്കിലും തരത്തിലുള്ള തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടി ആ പാപമോചനം കിട്ടിയെന്ന ഒരു ഉറപ്പിലേക്ക് നമ്മുടെ മനസ്സുകൊണ്ട് എത്തണം. റിസൾട്ട് ഇവിടുന്ന് കിട്ടില്ല. ഇന്നത്തെ സുബഹി നമ്മൾ നിസ്കരിച്ചു, നമുക്ക് ആർക്കും OTP വന്നിട്ടില്ല, സ്വീകരിച്ചില്ല. നമുക്കാർക്കും വന്നു, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ആ തൗബ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നിർവഹിക്കുക. ആ തിന്മകളുടെ സാഹചര്യങ്ങളെ വരെ ജീവിതത്തിൽ ഒഴിവാക്കുക. മറ്റൊന്ന്, സ്വർഗരതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ തൗബ ചെയ്യണം. വന്നുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങൾ ഒഴിവാക്കണം. നമ്മുടെ വീട്ടിൽ 2 കുട്ടികൾ വന്നു, അവർ പ്രായപൂർത്തിയായവരാണ്. ഒരു ബെഡിനുള്ളിൽ, ഒരു പുതപ്പിനുള്ളിൽ ആ കുട്ടികളെ കിടത്താൻ പാടില്ല എന്നാണ് ഈ നിർദ്ദേശം. മാറ്റിക്കിടത്തിക്കൊള്ളണം. അവർക്കറിയില്ല, ഹോർമോൺ വളർച്ചയുടെ കാലമാണ്. അങ്ങനെ ഒരു ചിന്തല്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും ഒന്നിച്ചു കിടക്കുമ്പോൾ അബദ്ധങ്ങൾ സംഭവിച്ചേക്കാം. അതുകൊണ്ട് ആ വീട്ടുകാരുടെ തന്ത്രപര മോന് ഇവിടെ കിടന്നോ എന്ന് പറഞ്ഞ് അവരെ വേറിട്ട് കിടത്തുക എന്നത് മാതാപിതാക്കളുടെ, വീട്ടുകാരുടെ ബാധ്യതയാണ്. അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമാണത്. അപ്പം ആ നിലക്ക് സ്വർഗരതിയുമായി ബന്ധപ്പെട്ട വിഷയം. മറ്റൊന്ന്, സാമ്പത്തിക രംഗമാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ സക്കാത്ത് കൊടുക്കാത്ത പണവുമായിട്ടാണോ നമ്മൾ നടക്കുന്നത്? സക്കാത്തിൻ്റെ പൈസ വെച്ചിട്ടാണോ കാറിന് പെയിൻ്റ് അടിച്ചത്? സക്കാത്തിൻ്റെ പണം കൊടുക്കാത്ത ആ പണം കൊണ്ടാണോ ഈ പെരുന്നാളിന് നമ്മൾ ഡ്രസ്സ് വാങ്ങുന്നത്? പാടില്ല. സക്കാത്ത് കൊടുത്താൽ ആ നമ്മുടെ സമ്പത്ത് ശുദ്ധിയാകുമെന്ന് മാത്രമല്ല, ആ സമ്പത്തിന് അല്ലാഹു ഉഹുദ് മലയോളം വളർത്തിയെടുക്കും എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ തളിപ്പറമ്പിൽ നല്ലൊരു സക്കാത്ത് സംവിധാനമുണ്ട്. നമ്മുടെ സ്വർണത്തിൻ്റെ സക്കാത്ത് എല്ലാം കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൂടുതൽ വളർച്ചയുടെ മാർഗത്തിലേക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലിശ വിമുക്ത ജീവിതം എന്നൊരു മുദ്രാവാക്യം നമ്മളും നമ്മുടെ കുടുംബവും പ്രഖ്യാപിക്കുക. നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ കോടിക്കണക്കിന് ആസ്തിയുള്ള ആളുകളുണ്ട്. അവർ ക്ലാസ് എടുക്കുക, ബാക്കിയുള്ളവർക്ക് ബിസിനസ്സുകാർക്ക് പലിശയില്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നത്. മറ്റൊന്ന്, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവസാനം മുടി കറുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ. ഒന്ന്, ഈ കൊറോണ വിഷയം വന്നപ്പോൾ, കൊറോണ ഇപ്പോൾ എല്ലാ സ്ഥലത്തൊന്നും പോയി. പെണ്ണുങ്ങളുടെ ഭാഗത്ത് ഇപ്പോഴും കൊറോണ ഉണ്ടോ സംശയം. ഈ സലഫി പള്ളിയിൽ സ്ത്രീകളുടെ ഭാഗം ഉണ്ടാവുമല്ലോ, അവിടെ എപ്പോഴും കൊറോണ പോയിട്ടില്ല. അന്ന് പോയതാ പെണ്ണുങ്ങൾ, പിന്നെ പലരും തിരിച്ചു വന്നിട്ടില്ല. തൊട്ടപ്പുറത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരുണ്ട്, കല്യാണത്തിനുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. പള്ളിയിൽ നിന്ന് പോയ പല പെണ്ണുങ്ങളും ഇപ്പോൾ തിരിച്ചു വന്നിട്ടില്ല. പള്ളിയിലേക്ക് പള്ളിയിലേക്കൊന്ന് കൊണ്ടുവരണം. പല സ്ഥലത്തും അത്. കാരണം ഇപ്പോൾ ഈ ക്ലാസ് സ്ത്രീകൾ കേട്ടാൽ ഉപകാരമുണ്ടോ അല്ലേ? ഇന്നത്തെ ഇവിടുത്തെ ജുമുഅ നമ്മുടെ ഭാര്യമാർ കേൾക്കണോ കേൾക്കണ്ടേ? നമ്മുടെ ഉമ്മ കേൾക്കണോ? നമ്മുടെ മകൾ കേൾക്കണോ കേൾക്കണ്ടേ? അതുകൊണ്ട് ഇന്നത്തെ ദിവസം എല്ലാവരും ശ്രദ്ധിക്കുക. പള്ളിയുമായി ഇന്നിപ്പോൾ സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പറ്റുമെന്ന വിഷയമൊക്കെ കഴിഞ്ഞു. ഒന്നിപ്പോൾ ആർക്കും പറയാൻ കഴിയില്ല. കാരണം ഓൺലൈനിലോടുകൂടി എല്ലാ കാര്യങ്ങളും പുറത്തായി. ബാബുൻ നിസാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ റസൂൽ ഉണ്ടാക്കിയ വാതിലാണത്. സ്ത്രീകൾക്കുള്ള വാതിൽ ഇപ്പോഴും അതുണ്ട്. അതുകൊണ്ട് ആ തർക്കമൊന്നും ഇപ്പോൾ എവിടെയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പള്ളിയുമായി ഹൃദയബന്ധമുള്ളവരായി. ഇപ്പം ഇന്ന് സുബഹിക്ക് നമ്മൾ വന്ന് നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളൊന്നുമില്ല എങ്കിൽ എന്തേ നമ്മുടെ ഭാര്യയ്ക്ക് ഈ സുബഹി ജമാഅത്തിന് പങ്കെടുത്തൂടെ? ഈ ക്ലാസ് അവർക്ക് കേട്ടൂടെ? അതുകൊണ്ട് നാളെ മുതൽ കാറിൽ ഭാര്യ ഉണ്ടാവണം, ബൈക്കിൻ്റെ പിന്നിൽ മോള് കയറട്ടെ. അവർക്കൂടെ സൗകര്യമുണ്ട്. ഇവിടുത്തെ സ്ത്രീകളെ സൗകര്യം ജുമയ്ക്ക് മാത്രം ഉണ്ടാക്കിയതല്ല, തറാവീഹിന് വരെ സ്ത്രീകൾക്ക് സുബഹിക്ക് വന്നൂടാ. അത് ഭയങ്കരല്ലേ? തറാവീഹിന് പെണ്ണുങ്ങളുണ്ടാവും, സുബഹിക്കില്ല. അതെന്തൊരു വൈരുദ്ധ്യം അവിടെ അല്ലേ? അപ്പം അതുകൊണ്ട് അത് മാറ്റണം. നമ്മളാണല്ലോ അത്തരം കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടത്. കാരണം ഒരു സഹോദരിക്ക് ദീന് കിട്ടിയാൽ ആ വീട്ടിലെ ആഭ്യന്തര വകുപ്പ് ഓരോ കയ്യിലാണ്. സ്ത്രീകളെ കയ്യിൽ ആഭ്യന്തരം കിടക്കുന്നത്. നമ്മളിങ്ങനെ മുഖ്യമന്ത്രിമാരായിട്ട് നടക്കുകയാണ്.
അപ്പോൾ ആഭ്യന്തര വകുപ്പ് പിഴച്ചാൽ ക്രമസമാധാന നില തകർന്നു പോകും. ഇനി ഭാര്യ തന്നെ ദീനില്ലെങ്കിൽ എന്താവും? കുട്ടികൾക്കത് ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ സഹോദരിമാരെ നമ്മുടെ പരലോകത്തിന് വേണ്ടി പള്ളികളുമായി നമ്മൾ ബന്ധപ്പെടുത്തണം. മറ്റൊന്ന്, ഈ ടൂറോമാനി എങ്ങനെ കൂടുന്നുണ്ട്. ഇപ്പോൾ ടൂർ പോവുക, അപ്പോൾ പിന്നെയും ടൂർ പോവുക, അടുത്ത ആഴ്ച പിന്നെയും ടൂർ പോവുക, അങ്ങനെ ടൂറ് ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. ഈ ടൂർ 5-6 കൂട്ടി വെച്ചാൽ ഉംറയ്ക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് ഒന്നങ്ങനെ ചിന്തിക്കണം. അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ആൾക്കാർ നമ്മുടെ പണം കൊണ്ട് നമ്മളെ മക്കളെ കാബ ഒന്ന് കാണിച്ചു കൊടുക്കുക. നമ്മൾ എങ്ങോട്ടാ തിരിഞ്ഞ് നിൽക്കുന്ന മോനെ, ഇതാണ് കാബ, പിന്നെ ഒരു പോയിക്കോട്ടെ. അപ്പം അതുകൊണ്ട് ഒരു ഉംറ നമ്മുടെ തറവാട്ടിലേക്ക് ആദം നബി അലൈഹി ഇസ്ലാം മുതൽ വന്നിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാൽപാദം റസൂലുള്ളാഹിയും സഹാബത്തും പോയ മക്കയിൽ, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയായ മദീനയിൽ, അവിടെയൊക്കെ ഒന്ന് പോകാനുള്ള ഒരു ആഗ്രഹം. പൈസ അങ്ങനെ കുറച്ച് വെച്ച് ഒരു ടൂറിന് പോവുക, അല്ല വെച്ച് ഒരു ഉംറക്ക് പോവുക. ഇപ്പോൾ ഉംറക്ക് ഗ്രൂപ്പൊന്നും വേണ്ട, നേരെ നമുക്ക് വിസ എടുക്കാം. നമുക്ക് ഇവിടുന്ന് ഓൺലൈനിൽ റൂം ബുക്ക് ചെയ്യാം. നേരെ ഇവിടുന്ന് കണ്ണൂർ പോയാൽ അവിടുത്തെ തിരിച്ചിങ്ങോട്ട് പോരുകയും ചെയ്യാം. അത്ര എളുപ്പമാണ്. ഇപ്പം GCC കൺട്രീസിലൊക്കെ ആൾക്കാർക്ക് എല്ലാ നിയന്ത്രണം പോയി. നേരെ കുവൈത്തിലുള്ള ആൾക്ക് കാറും എടുത്തിട്ട് എന്ത് ചെയ്യാം, ഉംറക്കാട് പോകാൻ പറ്റും. അത്ര സൗകര്യമാണ് ഇന്നത്തെ കാലത്ത്. അല്ലാഹു ഇത് നിലനിർത്തുമാറാകട്ടെ ആ കാര്യം. മറ്റൊന്ന്, ദീനിയായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും പീസ് റേഡിയോ മുനിസിപ്പൽ ഗേറ്റിന് മുമ്പിൽ ആരോ വാഹനം വെച്ച് പോയിട്ടുണ്ട്, അതൊന്ന് മാറ്റി കൊടുക്കണം. മുനിസിപ്പൽ ഗേറ്റിന് മുമ്പിലുള്ള വാഹനം. പീസ് റേഡിയോ എന്ന സംവിധാനം മിക്കവാറും ആൾക്കാരുടെ ഫോണിലുണ്ടാകും. ആരെങ്കിലും അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സഹോദരിമാർക്കൊക്കെ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. ജമീൽ ആപ്പ്, ദീനിയായ എന്ത് സംശയം ഉണ്ടെങ്കിലും ജമീൽ ആപ്പിൽ പോയാൽ നമുക്കതിന് വീഡിയോ വേണം, ഉംറ ചെയ്യാൻ പോവാണ്, അങ്ങനെ ഉംറ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല, ജമീൽ ആപ്പ് പോയാൽ മതി. ഹജ്ജ് ജമീൽ ആപ്പ് പോയാൽ മതി. രാവിലത്തെ ദിക്ർ കൃത്യമായിട്ട് കിട്ടുന്നില്ല, ജമീൽ ആപ്പിൽ പോയാൽ മതി. ഈ 2 സംവിധാനം നമ്മുടെ ഫോണിൽ ഉണ്ടാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇത്രയും സമയം സുബഹിക്ക് ശേഷം നമ്മൾ കൂടിയിരുന്ന ഈ ഒരു അമൽ നാളെ പരലോകത്ത് സന്തോഷത്തോടുകൂടി ഇതിൻ്റെ പ്രതിഫലം അനുഭവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഈ ഒരു സ്ഥലത്ത് ഇങ്ങനൊരു പള്ളി ഉയർന്നു വരാൻ വേണ്ടി കഷ്ടപ്പെട്ട പലരും ഖബറിലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപൊറുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയും ഈ തളിപ്പറമ്പിലും പരിസര പ്രദേശത്തും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ശരിയായ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിൽ പങ്കുവഹിക്കാൻ, അതിൻ്റെ കാരണക്കാരാകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു കാര്യം, നമ്മുടെ ഈ പ്രദേശത്തുള്ള പാർക്കിംഗ് സംവിധാനം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾക്ക് വണ്ടി വെക്കുമ്പോൾ മൊത്തത്തിലൊരു ശ്രദ്ധ ആവശ്യമുണ്ട്. കാരണം നമ്മുടെ ഈ പള്ളി ഇവിടെ ഉണ്ട് എന്നതുകൊണ്ട് ആരും ബോധപൂർവം പ്രയാസപ്പെടുത്തില്ലെങ്കിലും നമ്മൾ എവിടെയാണ് നമ്മുടെ വാഹനം വെക്കുന്നത്, അവിടെ എന്തൊക്കെ ന്യൂനതകൾ വരാൻ സാധ്യതയുണ്ട് എന്നൊന്ന് പരിശോധിക്കണം എന്നൊരു പ്രത്യേകമായൊരു കുറിപ്പ് കിട്ടിയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ മരണപ്പെട്ടു പോയ വിശ്വാസിനികളായ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വെള്ളിയാഴ്ചയിൽ സൂറത്തുൽ കഹ്ഫ് ഓതാൻ, റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ, വെള്ളിയാഴ്ചത്തെ കുളി ആ നീയത്തോടു കൂടി ആകാൻ ഇന്നത്തെ ജുമയ്ക്ക് ഒരു പ്രത്യേക സമയമുണ്ട്. ആ സമയവും നമ്മുടെ ദുആയും യോജിച്ചു വന്നാൽ അള്ളാഹു സ്വീകരിക്കും. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ ഒരു ദിവസത്തെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. രോഗികളായ എത്രയോ ആളുകളുണ്ട്, അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.